ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദോശയാണ്. അതിപ്പോൾ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. അതിപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റ് പൊടി ആയാലും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിച്ച പൊടിയായാലും ഏത് പൊടിയായാലും കുഴപ്പമില്ല. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. ഞാനിപ്പോൾ ഇത് ഡിന്നറിനായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ രാത്രി കിച്ചണിൽ കിടന്ന് ബുദ്ധിമുട്ടാനും മാവ് കുഴയ്ക്കാനും ചപ്പാത്തി ഉണ്ടാക്കാനും പിന്നെ ഒരു കറി ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില എളുപ്പവഴികളൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു എളുപ്പവഴിയിലുണ്ടാക്കിയ ഒരു വെറൈറ്റി ടേസ്റ്റി ദോശ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും അത് ഇഷ്ടാവും. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഒരു വിക്സ് കൊണ്ട് ഞാൻ നല്ല പോലെയൊക്കെ ഒന്ന് വിസ്ക് എടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ, ഗോതമ്പ് പൊടിയും ഉപ്പും. അതിനുശേഷം ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് നല്ലപോലെ ഒന്ന് കലക്കിയെടുത്തു. സാധാരണ ദോശയ്ക്ക് കലക്കിയെടുക്കുന്ന മാതിരി നമ്മൾ കലക്കിയെടുത്തു. പച്ചവെള്ളം തന്നെയാണ്, നോർമൽ വാട്ടർ കൊണ്ടാണ് ഞാനത് കലക്കിയെടുത്തത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് അങ്ങനെ കലക്കിയെടുത്തത്. നല്ലപോലെ ഇങ്ങനെ കുഴലുകൊണ്ട് സാധാരണ മാവ് ദോശയ്ക്ക് മാവിൻ്റെ പാകത്തിന് ഞാൻ ഇങ്ങനെ കലക്കിയെടുത്തു കേട്ടോ. അത് അവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ചെറിയ സബോള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സബോള ചേർത്ത് കൊടുത്തു കേട്ടോ. ആ സബോള ചേർത്ത് കൊടുത്ത് ഒന്ന് പതുക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങനെ മൂപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്ത് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. അങ്ങനെ സവോള അങ്ങനെ ഒരുവിധം വഴറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി. അതിനുശേഷം ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തു. അങ്ങനെ ഒരുപാട് വേവിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ക്യാരറ്റും സവോളയും പച്ചമുളകും ഉപ്പും കൂടി ഒന്ന് പതുക്കെ ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. അത് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ഗോതമ്പ് മാവുണ്ടല്ലോ, ആ ഗോതമ്പ് മാവിലേക്ക് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ക്യാരറ്റും സവോളയും കൂടെ മിക്സും കൂടി ആ മാവിലേക്ക് മിക്സ് ചെയ്തു കേട്ടോ. അതിനുശേഷം എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. കുഴലുകൊണ്ട് നല്ലപോലെ ഒന്ന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു കേട്ടോ. ഒന്ന് ചെറുതാവാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു. 2 ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയത്. അതിനുശേഷം 1 സ്പൂണ് ചില്ലി ഫ്ലക്സും കൂടിയും ചേർത്ത് കൊടുത്തു.
കുറച്ച് മല്ലിയില അരിഞ്ഞത് അതും കൂടി ചേർത്ത് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ദോശ ഉണ്ടാക്കി കഴിച്ചാൽ. ഇപ്പോൾ അതിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഒരു കറിയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. എളുപ്പം കഴിയും. എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന ഒരു തവ അടുപ്പത്ത് വെച്ചു. നല്ലപോലെ ഒന്ന് ചൂടായപ്പോൾ അല്പം വെള്ളം തളിച്ചു കൊടുത്ത് ആ ചൂടൊന്ന് ക്രമീകരിച്ചു കേട്ടോ. ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നല്ലപോലെ ഒന്ന് തുടച്ചു. ഇരുമ്പിൻ്റെ തവയാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. തവ നല്ല ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരുന്ന മാവ് ഒരു 1 1/2 കുഴൽ മാവ് ഒഴിച്ചു കൊടുത്തു. ഇത് സാധാരണ ദോശയ്ക്ക് പരത്തണ മാതിരി പരത്തി. ഇതാ സാധാരണ ദോശയ്ക്ക് പരത്തണ മാതിരി പരത്തി. എല്ലാ സ്ഥലത്തും ചൂട് ചെല്ലാനായിട്ട് ഞാൻ ആ തവ അങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗ്യാസുമ്മേ. അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ മാവൊന്ന് മോൾ ഭാഗമൊന്നും വലിയാൻ തുടങ്ങി കേട്ടോ. ഇതൊന്ന് വലിഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമാതിരി നമുക്ക് എന്താ ഒഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അങ്ങനെ 4 പോറ അങ്ങനെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം പതുക്കെ അതൊന്ന് മറിച്ചിട്ടു. സാധാരണ ദോശ മറിച്ചിടണ മാതിരി ഒന്ന് മറിച്ചിട്ടു. അടിഭാഗം ഒന്ന് മൂപ്പിച്ചെടുത്തു. അടുത്തൊരു ദോശയും കൂടി ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.